ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംചു. ഉത്തര കന്നഡയിലെ ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നിർബാധം തുടരുകയാണ്. നമുക്കറിയാം, മാധ്യമങ്ങളിലെല്ലാം ആ വാർത്ത ഇപ്പോൾ നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അത്യാധുനിക ഉപകരണങ്ങൾ വെച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ കരയിലും അതുപോലെ തന്നെ പുഴയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിക്ക് മുകളിലായിരിക്കും. നമ്മളൊരു കാര്യത്തെ വികാരപരമായി സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയമായ അടിത്തറയോ അല്ലെങ്കിൽ ലോജിക്കോ ഒന്നും പരിഗണിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിലെ ഒരു അഭിപ്രായം പറയുന്നതോ അതല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നതോ ഒക്കെ പ്രിമച്ചറായിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങി 7 ദിവസം കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എന്ന് തോന്നുന്നു. ഈ മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന് ഏകദേശം 3 ദിവസം കഴിഞ്ഞ് അവർ ആ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തതോടെയാണ് ശരിയായ അർത്ഥത്തിൽ കർണാടക ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ജില്ലാ ഭരണകൂടം രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലെ ഒരു 3 ദിവസത്തെ അവരുടെ നിസ്സംഗത, അലംഭാവം, മെല്ലെപ്പോക്ക്, ഇതിനൊക്കെ ശേഷമാണ് അവർ യഥാർത്ഥത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ട്രാക്കിലേക്ക് വരുന്നത്. അലംഭാവമുണ്ട് എന്ന് നമ്മൾ വെറുതെ ഒരു ആരോപണമായിട്ട് പറയുന്നതല്ല, മറിച്ച് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ സ്ഥലം MLA ആയിട്ടുള്ള സതീഷ് സെയിൽ തന്നെ പറയുന്നത് ജില്ലാ ഭരണകൂടത്തിന് ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അവർക്ക് അവിടെ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന കാര്യം. ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെയോ സ്റ്റേറ്റിനെയോ ഒന്നും പ്രത്യേകമായി കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളല്ല, മറിച്ച് ഇതേപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നല്ല രീതിയിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇപ്പോഴും നമുക്ക് വരുന്ന പാകപ്പിഴകൾ, ഇത്രയേറെ അത്യാധുനിക സൗകര്യങ്ങളും ശാസ്ത്രീയമായ പുരോഗതിയും ഒക്കെ പ്രാപിച്ചു നിൽക്കുന്ന സമയത്ത് പോലും ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക് എന്തൊക്കെ കുറവുകളാണ് ഇത്തരത്തിലുണ്ടാകുന്ന ദുരന്തത്തിൽ അല്ലെങ്കിൽ ആ ദുരന്തത്തെ നേരിടുന്ന ഈ തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഘട്ടത്തിൽ ആ സിസ്റ്റത്തിനുണ്ടാവുന്നത്, എന്തൊക്കെ പാകപ്പിഴകളാണ് സംഭവിക്കുന്നത് എന്ന കാര്യം ഈ ഒരു സംഭവത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളം കാണാവുന്നതാണ്. നമുക്കറിയാം, ഒരു എക്സ്പേർട്ടിൻ്റെ കുറവ് അവിടെ ആദ്യമേ തന്നെയുണ്ട്. നമ്മൾ ഈ അടുത്ത് ഇപ്പോൾ മാധ്യമത്തിലാകെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പേര് എന്ന് പറയുന്നത് രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പേരാണ്. ഒരു പക്ഷേ ഒരു സാധാരണക്കാരൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണെന്ന് തോന്നും. പക്ഷെ അദ്ദേഹം ഒരു സിവിലിയനാണ്, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അവിടെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പഠിച്ച് വേണ്ട രീതിയിൽ ആ കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഉള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അഭാവത്തിലാണ് ഇതേപോലുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള എക്സ്പേർട്ടുകൾക്ക് അവിടെ പോകേണ്ടി വരുന്നത്. അപ്പോൾ അത് തന്നെ ഈ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന രീതിയിൽ നമുക്ക് കാണേണ്ടി വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയം. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് രക്ഷാപ്രവർത്തനം നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്നു, വൈകുന്നേരം 7 മണിയോ അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പോ അവസാനിക്കുന്നു എന്നാണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അറ്റ്ലീസ്റ്റ് നമ്മൾ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഈ അപകടത്തിൽ പെട്ട് കിടക്കുന്നവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവൻ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ജീവന് വേണ്ടി ഈ മണ്ണിനടിയിൽ കേഴുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു പ്രത്യേക സമയത്ത് രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നു, ഇനി നാളെ രാവിലെ തുടങ്ങും എന്ന് പറയുമ്പോൾ ആ ജീവന് നമ്മൾ എന്ത് വില കൊടുക്കുന്നു? അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് അവിടുത്തെ ഒരു പൗരൻ്റെ ജീവന് എന്ത് വില കൊടുക്കുന്നു എന്ന് ആ കുടുംബാംഗങ്ങൾ ചിന്തിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അതുപോലെ തന്നെ നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതിൻ്റെ എക്സ്പെർട്ടായ രഞ്ജിത്ത് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉത്തരാഖണ്ഡിലുണ്ടായ പ്രളയം, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ തന്നെ തപോവൻ എന്ന സ്ഥലത്തുണ്ടായ ടണൽ ദുരന്തം, അതുപോലെ തന്നെ കേരളത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ പെട്ടിമുടി ദുരന്തവും അതുപോലെ കവളപ്പാറ ദുരന്തവും, ഇതിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് 24/7 നിർബാധം തുടരുകയാണ് ചെയ്തത്. ഇവിടെയും നമുക്കത് പറ്റും എന്ന് ഈ എക്സ്പേർട്ടുകൾ പറയുന്നു. എന്നിട്ടും ഈ രക്ഷാപ്രവർത്തനം എന്തുകൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചു എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളുടെ പ്രത്യേക ആവശ്യപ്രകാരം
സൈന്യം ഈ കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാനായി അങ്ങോട്ട് വരുന്നു. ആ സൈന്യം കടന്നു വരുന്ന സമയം തന്നെ ഒരു പ്രശ്നമാണ്. രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന സമയത്തേക്ക് എത്താനായി ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം രാവിലെ 6:30-7 മണിയാവുമ്പോഴേക്കും എത്തേണ്ട സൈന്യം എത്തിച്ചേരുന്നത് 11 മണിക്കാണ്. അത് ഈ സൈന്യത്തിന്റെ ഏതെങ്കിലും പ്രത്യേകമായ പ്രശ്നം കൊണ്ടാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. മറിച്ച് ഈ സിസ്റ്റം അവർക്ക് കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചാണ് അവർ വരുന്നത്. അവർക്ക് കൃത്യമായ ഒരു ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ അവർ കൃത്യമായ സമയത്ത് എത്തുമായിരുന്നു. ഇനി സൈന്യം എത്തിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണെങ്കിലോ, 40 പേരടങ്ങുന്ന ആ സംഘം എത്തി ഈ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ കയ്യിൽ അത്യാധുനികമായ ഉപകരണങ്ങളുടെ അഭാവം, അല്ലെങ്കിൽ ഉപകരണങ്ങൾ അവരുടെ കയ്യിലില്ല, അവർക്ക് വേണ്ട സാങ്കേതിക വിദ്യയില്ല, ഈ ട്രക്കിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള റഡാർ സിസ്റ്റം അവരെത്തിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ റഡാർ സിസ്റ്റത്തിന് വേണ്ടി വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതിന് മുമ്പ് കൊണ്ടുവന്ന റഡാർ, അത് NIT-യിലെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന റഡാറായിരുന്നു. അതിന് ഉണ്ടായിരുന്ന ഡിറ്റക്ഷൻ പവർ എന്ന് പറയുന്നത് 4 മീറ്ററാണ്. അത് തന്നെ യൂണിഫോം സോയിലിൽ പ്രത്യേകമായ സാഹചര്യമാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഫുൾ എഫക്റ്റീവായിട്ട് അത് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൽ കുറവാണ് ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ NIT-യിലെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന റഡാർ വെച്ചിട്ടുള്ള പരിശോധന തികച്ചും പരാജയപ്പെട്ടതിന് ശേഷമാണ് കൂടുതൽ പവറുള്ള, കൂടുതൽ പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള, കൂടുതൽ ഡിറ്റക്ഷൻ പവറുള്ള ഡിഫൻസിൻ്റെ റഡാർ എത്തുന്നത്. ആ റഡാർ വെച്ചിട്ടുള്ള പരിശോധന തുടരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു സാധാരണക്കാരൻ സാമാന്യ യുക്തി വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ മണ്ണിനടിയിൽ ജീവന് വേണ്ടി കേഴുന്ന ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ചെറിയ ഡിറ്റക്ഷൻ പവറുള്ള റഡാർ സിസ്റ്റം കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നു. അതുകൊണ്ട് നടക്കില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അടുത്തൊന്ന് കൊണ്ടുവരുന്നു. അതിലും കാര്യങ്ങൾ വിഫലമാകുമ്പോൾ കൂടുതൽ പവറുള്ള, കൂടുതൽ ഡിറ്റക്ഷൻ പവറുള്ള ഒരു റഡാർ സിസ്റ്റം കൊണ്ടുവരുന്നു. നമ്മുടെ സാമാന്യ യുക്തി വെച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ആദ്യമേ തന്നെ ആ കൂടുതൽ പവറുള്ള, കൂടുതൽ ഡിറ്റക്ഷൻ പവറുള്ള റഡാർ എത്തിക്കേണ്ടിയിരുന്നില്ലേ? വൈകി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. ഒരു റഡാർ വെച്ച് ഈ ട്രക്കിനെ ലൊക്കേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ആ സ്ഥലം, ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് നമ്മൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്നത്. അതെത്രയോ വൈകി. അപ്പോൾ നമ്മുടെ വിലപ്പെട്ട എത്രയോ സമയം നമ്മൾ അവിടെ നഷ്ടമാക്കി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കും. മറ്റൊരു കാര്യം, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഈ കാര്യങ്ങളോടുള്ളൊരു അപ്രോച്ചാണ്. ഒരു സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഡിഫറൻസ് ഈ കാര്യത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഒരൊറ്റ പ്രമുഖ കന്നഡ മാധ്യമം പോലും ഇത് റിപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ളത് അവർക്ക് ഇത്തരം സംഭവങ്ങളോട്, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവനോടുള്ള അപ്രോച്ച് ഏത് രീതിയിലാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരൊറ്റ പ്രമുഖ മാധ്യമം പോലും ഇത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടുത്തെ കേവലം ഏതോ പ്രാദേശിക ചാനൽ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ ഇത് ഏറ്റെടുത്ത് ജനസമക്ഷത്തേക്ക് ഇതിൻ്റെ വാർത്തകൾ എത്തിക്കുന്നു എന്നതിൻ്റെ ഗൗരവം കൊണ്ട് മാത്രമാണ് ഇത്ര ഊർജ്ജസ്വലമായി അവിടെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട ഒരാവശ്യത്തിലേക്ക് അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ പ്രതിനിധികളും എല്ലാവരും എത്തിച്ചേരുന്നത്. അവിടുത്തെ ഭരണകൂടം ഇതിൽ ഇത്ര ഗൗരവമായി അവസാന ഘട്ടത്തിലെങ്കിലും ഇടപെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തം ഇത്തരം ഘട്ടങ്ങളിൽ കേരളത്തിന് പുറത്ത് നിർവഹിക്കുന്നുണ്ടോ എന്ന കാര്യം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അവർ ഇക്കാര്യത്തിലൊരു പുനഃപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു ദുരന്ത മുഖത്തെ രക്ഷാപ്രവർത്തനം, അതിൻ്റെ റിസൾട്ട് ഇനി എന്ത് തന്നെയാണെങ്കിലും എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും പൂർണ്ണമായി വിജയത്തിലെത്തിയിട്ടില്ല. രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ വിജയിച്ചേക്കാം, പരാജയപ്പെട്ടേക്കാം. എങ്കിൽ തന്നെയും ഏത് രക്ഷാപ്രവർത്തനവും പൂർണ്ണ അർത്ഥത്തിൽ നടക്കണമെങ്കിൽ അത് നിയന്ത്രിക്കുന്ന സിസ്റ്റം, അത് താഴെ തട്ട് മുതൽ മുകളിലെ തട്ട് വരെ ഏറ്റവും കണക്റ്റഡായി, ഏറ്റവും ഓർഗനൈസ്ഡായി പ്രവർത്തിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കോർഡിനേറ്റ് ചെയ്യുകയും അതിനോട് ചേർന്ന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളടക്കം കൈമേയി മറന്ന് ഇത്തരം ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും. അല്ലാത്ത സമയത്ത്, അല്ലാത്ത ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം വെറും ഒരു പ്രഹസനമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് വീണ്ടും പ്രതീക്ഷ വെക്കാം. കൂടുതൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.